ഹലോ ഗൈസ്, ഞാൻ കുറച്ച് സിനിമകൾ ഹോളിവുഡ് സിനിമകൾ ഈ ഇടയ്ക്ക് തിയേറ്ററിൽ പോയി കാണുകയുണ്ടായി. അപ്പോൾ ആ സിനിമകളുടെ ഒരു ക്വിക്ക് റിവ്യൂ ആയിരിക്കും ഇതിലൂടെ പറയുന്നത്. ആദ്യം കണ്ടത് മിഷൻ ഇമ്പോസിബിളാണ്, പിന്നെ ബെല്ലറീന കണ്ടു, പിന്നെ ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ, F1, അവസാനം കണ്ട ജുറാസിക് വേൾഡ് റീബർത്താണ്. അപ്പോൾ ഈ 5 സിനിമകളാണ് ഞാൻ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ചില സിനിമകൾ ഇപ്പോഴും തിയേറ്ററിൽ ഓടുന്നുണ്ട്, ചില സിനിമകൾ OTT റിലീസായിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ കണ്ടത് ടോം ക്രൂസിൻ്റെ മിഷൻ ഇമ്പോസിബിൾ സീരീസിലെ 8ാമത്തെ പാർട്ടായ ഫൈനൽ റെക്കറിംഗ് ആണ്. ഇത് ഐമാക്സിലാണ് കണ്ടത്. ഒരു കിട്ടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. ടോം ക്രൂസിൻ്റെ കുറച്ച് ക്രൈസി സ്റ്റൺസ് കാണാൻ വേണ്ടിയാണ് ഞാൻ പോയത്. എനിക്ക് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരുന്നു മൂവി. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു സിനിമ. ഇതിൻ്റെ മുമ്പ് ഇറങ്ങിയ 2 സിനിമകൾ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടായിരുന്നു, മിഷൻ ഇമ്പോസിബിൾ സീരീസിൻ്റെ. അന്നേരം ഇതൊരു എൻഡിങ് ആണ്, ആ ഫ്രാഞ്ചൈസി തന്നെ എൻഡിങ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന രീതിയിൽ ഞാൻ പോയി കണ്ടതാണ് ഈ സിനിമ. എനിക്ക് വളരെയധികം ഇഷ്ടമായി. അടുത്ത കണ്ട സിനിമയാണ് ബെല്ലറീന. ജോൺ വിക്ക് ഫ്രാഞ്ചൈസിയിൽ വരുന്നൊരു സിനിമയാണ്. ഇത് നമ്മുടെ ജോൺ വിക്ക് ഉണ്ട്. ഈ സിനിമ ഓൾറെഡി OTTയിൽ റിലീസായിട്ടുണ്ട്. തിയേറ്ററുകളിൽ ഇപ്പം ഇല്ലെന്ന് തോന്നുന്നു. ഈ സിനിമ എനിക്ക് നല്ലൊരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് വന്ന സിനിമയാണ്. പ്രത്യേകിച്ച് ആ ഒരു ഗ്രാനൈറ്റിൻ്റെ സീൻസൊക്കെ വേറെ ലെവലായിരുന്നു തിയേറ്ററിൽ കാണാൻ. തിയേറ്ററിൽ കണ്ടവർക്കറിയാം. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് തിയേറ്ററിലില്ല, OTTയിലുണ്ട്. കാണാത്തവർ കാണാൻ ശ്രമിക്കുക. അടുത്ത സിനിമ ഇപ്പോൾ തിയേറ്ററിൽ ഓടുന്നൊരു സിനിമയാണ് ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ. ഞാനത് 4DXിലാണ് കണ്ടത്. എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് വന്ന തിയേറ്റർ എക്സ്പീരിയൻസ് വന്നൊരു പടമാണ്. എന്നുവെച്ചാൽ എനിക്ക് സ്റ്റോറി വൈസ് ആയാലും, ഞാൻ നേരത്തെ എൻ്റെ അനിമി സീരീസ് ഇറങ്ങിയിട്ടുണ്ട്, ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൻ്റെ. അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് നല്ലൊരു അനുഭവം എന്ന് വെച്ചാൽ ഒരു സിനിമ കണ്ടിറങ്ങുമ്പോൾ നമുക്കൊരു ഇത് കിട്ടുമല്ലോ. അത് ഒരു നല്ല സിനിമ കണ്ടിറങ്ങിയേ അത് കിട്ടിയൊരു സിനിമയാണിത്. അതിൻ്റെ വിഷ്വൽസ് ആയാലും 3D ആയാലും പിന്നെ 4DXിലാണ് കണ്ടത്. അതിൻ്റെ തിയേറ്ററിൻ്റെ ഇതിലായാലും എല്ലാം കൊണ്ടും എനിക്ക് നല്ലൊരു സാറ്റിസ്ഫൈങ് ആയിരുന്നു. നല്ലൊരു അനുഭവമായിരുന്നു ഈ സിനിമ. അതുകൊണ്ട് ഞാൻ മസ്റ്റായിട്ടും തിയേറ്ററിൽ തന്നെ ഈ സിനിമ റെക്കമെൻഡ് ചെയ്യും. ഇപ്പോൾ തിയേറ്ററിൽ ഓടുന്നുണ്ട്. നേരത്തെ ഇറങ്ങിയ സിനിമകളും തിയേറ്ററിൽ ഓടുന്നുണ്ടെങ്കിൽ അതും പോയി കാണാൻ ശ്രമിക്കുക. ഈ സിനിമയും തിയേറ്ററിൽ കാണേണ്ട ഒരു സിനിമയാണ്. പിന്നെ കണ്ടത് നമ്മുടെ ബ്രാഡ് പിറ്റിൻ്റെ F1 എന്ന് പറഞ്ഞ സിനിമയാണ്. നമ്മുടെ ടോം ക്രൂസിൻ്റെ ടോപ്പ് ഗണ്ണ് ഡയറക്റ്റ് ചെയ്ത ജോസഫ് കൊസിൻസ്കിയാണ് ഈ സിനിമയുടെയും ഡയറക്ടർ. ഇപ്പോൾ സിനിമയുടെ കാര്യമൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. വേറെ റേഞ്ച് സിനിമയാണ്. ഒരു തിയേറ്ററിൽ നമ്മൾ മസ്റ്റായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമ. F1 സിനിമകളിൽ ഞാൻ കണ്ടിട്ടുള്ള 2 സിനിമ അല്ലാതെ കണ്ടിട്ടുണ്ട്. റഷ് എന്ന് പറഞ്ഞ സിനിമയും പിന്നീട് ഫോർഡ് വേഴ്സസ് ഫെരാരി. ഈ 2 സിനിമകളും ഞാൻ ഫോണിലാണ് കണ്ടത്. പക്ഷേ ഇത് തിയേറ്ററിൽ കണ്ടപ്പോൾ വേറെ അനുഭവമായിരുന്നു. F1 ഒന്നും നമുക്ക് ഇവിടെ ഒന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ദുബായിൽ അവിടെയൊക്കെ പോകേണ്ടി വരും. പക്ഷേ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു F1 ട്രാക്ക് റേസിലാണ് നമുക്കൊരു ഫീല് വരും. ചില സമയത്ത് നമ്മൾ വണ്ടി റേസ് ചെയ്യുന്ന പോലെ തോന്നും. ഈ സിനിമ എനിക്ക് ഐമാക്സിൽ കാണാൻ പറ്റിയില്ല, നല്ലപോലെ മിസ് ചെയ്യുന്നുണ്ട്. നോർമൽ സ്ക്രീനിലാണ് കണ്ടത്. ഒരു ഡോൾബി അറ്റ്മോസ് തിയേറ്ററിൽ കാണാൻ ശ്രമിക്കുക. ഇപ്പോഴും തിയേറ്ററിൽ ഓടുന്ന സിനിമയാണ്. അപ്പോൾ എനിക്കുണ്ടായ അനുഭവം വേറെ റേഞ്ചാണ്. ഈ സിനിമ മസ്റ്റായിട്ട് നമ്മൾ തിയേറ്ററിൽ തന്നെ കാണണം. ഇത് മിസ് ചെയ്യല്ല. സിനിമ അത്രയ്ക്ക് അവർ പണിയെടുത്തിട്ടുള്ളൊരു സിനിമയാണിത്. ഫുൾ റേസിംഗ് ആണ്. ഒരിറ്റ് പോലും ബോറടിക്കാനില്ല. ഉറപ്പായിട്ടും തിയേറ്ററിൽ കാണാൻ തന്നെ ശ്രമിക്കുക. ഒരു കാരണവശാലും മിസ് ചെയ്യില്ല. ഇപ്പോഴും നല്ല റണ്ണാണെന്ന് തോന്നുന്നു. ഇന്ത്യയിൽ ഉൾപ്പെടെ വിദേശത്തും എല്ലാം ഈ സിനിമ നല്ല റണ്ണിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല കളക്ഷൻസും ഉണ്ട്. അടുത്ത അവസാനം കണ്ടത് ജുറാസിക് വേൾഡാണ്. ജുറാസിക് വേൾഡ് എനിക്ക് തിയേറ്ററിൽ പോയി കാണാൻ നിങ്ങളെ അടുത്ത് പറയാൻ പറ്റില്ല. അത്ര ഒരു മികച്ച സിനിമയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ അവസാനം ഇറങ്ങിയ 3 ജുറാസിക് വേൾഡ് മൂവീസും കണ്ടതാണ്. എനിക്ക് അവസാനം ഇറങ്ങിയ ഫാളിങ് കിങ്ഡം, അതാണ് അവസാനം നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. അത് 3D അല്ലായിരുന്നു. ഈ 2 പടവും അവസാനം ഡൊമൈനും റീബർത്തും ഇത് രണ്ടും 3D ആയിരുന്നു. പക്ഷേ 3Dക്കുള്ളതൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. സ്റ്റോറി ഇച്ചിരി അഴച്ചിലായിരുന്നു. ഈ സിനിമയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർക്ക് സ്റ്റോറിയിലൊരു ഇത് കാണിക്കാതെ കൂടുതലും ഡൈനോസേഴ്സിൻ്റെ സീൻ ആഡ് ചെയ്യുക. കുറച്ച് സ്കേറി മൂവ്മെൻറ്റ്സും ത്രില്ലിങ് എലമെൻറ്റ്സും എല്ലാം ആഡ് ചെയ്തതിന് ഈ സിനിമ കയറിപ്പോയേനെ. പക്ഷെ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇത് ആഡ് ചെയ്തിട്ടില്ല. അതാണ് ഈ സിനിമയുടെ മെയിനായിട്ടുള്ള പ്രശ്നം. പിന്നെ അവസാനം ഏതൊരു ഏലിയൻ്റെ കൂട്ടുള്ള ഡൈനോസിനെ കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ തികച്ചും എനിക്കത്ര വർക്കൗട്ടായില്ല തോന്നുന്നു. പിന്നെ ടിയറക്സിൻ്റെ സീൻസൊക്കെ വളരെ കുറവാണ്, കുറച്ചേ ഉള്ളൂ. അവസാനം ടിയറക്സിനെ കൊണ്ടുവന്നാലും മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇതത്രയാണ് ഈ 5 മൂവീസാണ് അവസാനം ഞാൻ കണ്ട ഹോളിവുഡ് മൂവീസ്. ഇതിലേതാണ് ഏറ്റവും ടോപ്പെന്ന് എനിക്ക് സജസ്റ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഏറ്റവും പിന്നെ തിയേറ്ററിൽ സജസ്റ്റ് ചെയ്യാത്ത ഒരു മൂവിയേ ഉള്ളൂ, ജുറാസിക് വേൾഡ് റീബർത്താണ്. പിന്നെ എല്ലാവരും പോവും ജുറാസിക് വേൾഡിന്. എനിക്ക് തോന്നുന്നു എല്ലാവരും പോകും. എന്ന് വെച്ചാൽ ഡൈനോസേഴ്സിനെ കാണാൻ തന്നെ ഒരു വെറൈറ്റിയാണ് ഇത്, തിയേറ്ററിൽ ഡൈനോസേഴ്സിനെ കാണാൻ. അതുകൊണ്ട് എല്ലാവരും പോവും. ഇപ്പോൾ ഈ 5 സിനിമകളാണ് ഞാൻ തിയേറ്ററിൽ പോയി കണ്ടത്. ഇനിയും വീഡിയോസ് ഒരുപാട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഞാൻ കൂടുതലും ചെയ്യുന്നത്, ഞാൻ കണ്ടിട്ടുള്ള കുറേ ഇംഗ്ലീഷ് മൂവീസ് കണ്ടിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തായിരിക്കും ഇടുന്നത്. നല്ല മൂവീസായിരിക്കും കൂടുതലും നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.